മത്സ്യത്തൊഴിലാളികളുടെ മക്കളുടെ സമഗ്ര വികസനത്തിന് പ്രത്യേക പദ്ധതികളുമായി മന്ത്രി വി അബ്ദുൽ ഗഫൂർ ഒപ്പം മന്ത്രി സി ജോണും അവരുടെ വാക്കുകളിലേക്ക്. മത്സ്യത്തൊഴിലാളികളുടെ മക്കളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിനും സമഗ്ര വികസനത്തിനും പ്രത്യേക പദ്ധതികൾ നടപ്പാക്കി വരിക. ഞാൻ ഈ പരിപാടിക്ക് വന്നപ്പോൾ അവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ MLA കൂടിയായ ബഹുമാനപ്പെട്ട മന്ത്രി എന്നോട് പറഞ്ഞത് ഈ ഏരിയയിലൊക്കെ ഇപ്പോൾ വളരെ ബ്രില്യൻ്റായ വിദ്യാർത്ഥികളാണുള്ളത് എന്ന് അദ്ദേഹം വളരെ അഭിമാനപൂർവ്വം എന്നോട് പറഞ്ഞു. അങ്ങനെ ബ്രില്യൻ്റായ കുട്ടികളുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചുള്ള സന്തോഷം ആദ്യമായിട്ട് രേഖപ്പെടുത്തട്ടെ. നമ്മുടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് വിദ്യാർത്ഥികൾക്കായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ വിദ്യാർത്ഥികൾക്കായിട്ടുള്ള വിവിധ പദ്ധതികൾ നമ്മൾ നടത്തി വരുന്നുണ്ട്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ അവരുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിനും അവർക്ക് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസം കൊണ്ട് ആണ് ഇനി മുമ്പോട്ട് പോകാൻ സാധിക്കുക എന്ന തിരിച്ചറിവ് കൊണ്ടും വകുപ്പ് പ്രത്യേകം ആ കാര്യത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഈ കേരളത്തിൽ 10 സ്കൂളുകൾ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്നുണ്ട്. 8, 9, 10 ക്ലാസ്സുകളിലാണ് ഇപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാനുള്ള സൗകര്യമുള്ളത്. അവിടെ ഇപ്പോൾ നമ്മളത് ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷം തന്നെ അത് ഇംഗ്ലീഷ് മീഡിയത്തിലേക്കായി മാറും. അതുപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയം പ്രൈമറി ക്ലാസ് മുതൽ തുടങ്ങുന്നതിനുള്ള ഏർപ്പാടും ഇപ്പോൾ ഫിഷറീസ് വകുപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ക്ലാസ് 1 മുതൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂള് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്കൂളുകളിൽ ഉണ്ടാകും എന്നുള്ളതാണ് അതിലൊരു അട്രാക്ഷൻ. ക്യാഷ് അവാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ നൽകുന്നുണ്ട്. വേറെ ആരും അങ്ങനെ കൊടുക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ ഒരു പ്രോത്സാഹനം മാത്രമാണ്, ചെറിയൊരു പ്രോത്സാഹനം. നിങ്ങളുടെ മനസ്സിലുള്ളൊരു സ്പാർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ചെറിയൊരു പ്രോത്സാഹനം മാത്രമാണ്. നിങ്ങളങ്ങനെ സ്പാർക്ക് ഉണ്ടായി ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളാണ്. തീർച്ചയായിട്ടും മുമ്പോട്ട് പോകുമ്പോൾ ഇതിലും ഉന്നതമായ വിജയങ്ങൾ നേടാനും നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ചതുപോലെ വലിയ വലിയ കരിയറുകളിൽ നേടിയെടുക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് സർവശക്തനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, ജയ് ഹിന്ദ്. വിദ്യാഭ്യാസ മേഖലയിൽ തീരപ്രദേശം മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികളും അവരുടെ ബന്ധുക്കളും ഒരു കാലത്ത് മത്സ്യബന്ധനം മാത്രം അറിഞ്ഞിരുന്ന ഒരു തലമുറയുടെ പുതിയ തലമുറ കേരളത്തിലെ മറ്റു പ്രദേശങ്ങളിലെ കുടുംബങ്ങളിലെ കുട്ടികളെക്കാൾ ഒരു റോക്കറ്റ് വേഗത്തിൽ കുതിച്ച് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 10 വർഷം കഴിഞ്ഞാൽ ഈ തീരദേശത്തെ കുട്ടികൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഏറ്റവും മിടുക്കന്മാരും മിടുക്കുകളുമായ കുട്ടികളായി നക്ഷത്ര തിളക്കത്തോടു കൂടി നിൽക്കുന്നത് കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായില്ലെങ്കിലും നിങ്ങൾക്കെല്ലാം ഭാഗ്യമുണ്ടാകും എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. ഗവായിക്കരയിൽ നിന്നും ഹന്ന സൈറ നിന്നുള്ള മുഹമ്മദ് സിയാദ്. അടുത്തതായി നേഹ പീസ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള ആദരവാണ്. +2 ഫുൾ അബിഗെയിൽ. അടുത്തതായി ഗതാഗത വകുപ്പ് മന്ത്രി സി ജോൺ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റം നടക്കുന്നത് തീരപ്രദേശങ്ങളിലാണെന്നും ഇവിടുത്തെ കുട്ടികൾ കേരളത്തിലെ മറ്റു പ്രദേശങ്ങളിലെ മേഖലകളെ കുട്ടികളെക്കാൾ അതിവേഗത്തിൽ കുതിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. തീരപ്രദേശത്തെ വിദ്യാർത്ഥികൾ ലോകത്ത് നക്ഷത്ര തിളക്കത്തോടുകൂടി നിൽക്കുമെന്നും കേരള സർക്കാർ അവർക്കൊപ്പമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.